ഗുഡ് മോർണിംഗ്. ഇന്ന് 1-ാം ഓണം, ഉത്രാട ദിവസമാണ്. നമുക്കെല്ലാവർക്കും അവധിയൊക്കെ തുടങ്ങി, എല്ലാവരും ഫ്രീ ആണിന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ കുടുംബക്ഷേത്രമായിട്ടുള്ള പറക്കോട് അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് പോവാണ്. ഇണ്ടളിയപ്പൻ എന്നാണ് പറയുന്നത്. അവിടെ പോയി തൊഴുതു. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എന്തോ സ്പെഷ്യൽ പൂജകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തൊഴുതു, പ്രദക്ഷിണമൊക്കെ വെച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് അവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട്. അപ്പം ഒന്നും കഴിക്കാതെ പോകരുതെന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾക്ക് കുറച്ച് പയറിൻ്റെ പ്രസാദമായിട്ട് തന്നു. അത് എല്ലാവരും കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. നമ്മൾ ഇല്ലത്തെത്തിയപ്പോഴത്തേക്കും 2:30 കഴിഞ്ഞു. കാരണം പത്തനാപുരം ഗാന്ധി ഭവനിലും കൂടെ കയറിയിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാ വർഷവും അച്ഛനോ വിഷ്ണുചേട്ടനോ വേണോപ്പനോ ആരെങ്കിലുമൊക്കെ പോയി ഡൊണേഷൻ കൊടുക്കാറുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയും നമ്മളെ നോക്കിയിരിക്കുകയായിരുന്നു ഒരുമിച്ച് ഉണ്ണാനായിട്ട്. ഒന്നുകൂടി ഇളക്കേണ്ടത് പപ്പടം വേണം. ഉരുളിക്കകത്ത് ഒന്നുകൂടി ഇളക്കുന്ന വീഡിയോ എടുക്കുക. പായസം വളരെ സൂപ്പർ ആയിട്ടോ, അടിപൊളി പായസം. വിനോപ്പനാട്ടോ ഷെഫ് പായസത്തിൽ. ഇളക്കിയതാരാ? മുത്തശ്ശിയുടെ നേതൃത്വത്തിൽ എല്ലാവരും പൂവൊരുക്കിക്കൊണ്ടിരിക്കുക. പിന്നെ കണ്ണമോനെ, നമ്മളിപ്പോൾ തുമ്പക്കുടമൊക്കെ പറിക്കാനായിട്ട് കൊട്ട എടുക്കാനായിട്ട് പോവാണ്. ഹിയർ ഈസ് ദ കൊട്ട. 2-3 കൊട്ടയുണ്ട്. പോവാം. അപ്പം നമ്മൾ കൊട്ടയ്ക്കകത്തോട്ട് തുമ്പക്കുടവും പൂവും പറിക്കും. അപ്പം കൊട്ടയേന്തിയ പെൺകുട്ടി. എന്റെ കൊട്ടയിൽ ചീരിയുണ്ട്. വൗ, നൈസ് വ്യൂ, കുളത്തിന്റെ വ്യൂ. Okay, let's do a tour in our Parambu tour. find the tumbakudam. You find the flowers, okay? Yeah, let's do a Parambu tour of our beautiful Parambu. So here we have a beautiful pond in green color water, and we have some marigold plants, a lot of marigold plants. ഇതാണ് തുമ്പക്കുടം. നമുക്ക് തുമ്പക്കുടമായിട്ട് അങ്ങ് പറിക്കാം. അങ്ങനെ തുമ്പപ്പൂവ് തപ്പി ആ മതിലിൻ്റെ സൈഡിൽ കൂടെ നടന്നപ്പോഴാണ് നമ്മുടെ നിഷ ചേച്ചി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് എത്തി നോക്കിയപ്പോൾ ആ ചേച്ചി അവിടെ ഓണം ഒരുക്കങ്ങളിലൊക്കെയാണ്. ചേച്ചി നമ്മുടെ വ്ളോഗിൽ വന്ന് കൈയൊക്കെ കാണിച്ചു. ഇത് കണ്ടോ ഗൈസ്, ഞങ്ങൾ ഇത്രയും പൂ പറിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള ഗാർഡനിലൊക്കെ തപ്പി നടന്ന് കുറേ പൂവൊക്കെ കിട്ടി. നമുക്കാണെങ്കിൽ കുറച്ച് വാടാമുല്ലയും കൂടെ കിട്ടിയിട്ടുണ്ട്. സുജിച്ചിച്ച നട്ടു വളർത്തി പരിപാലിച്ച് വളർത്തിയ വാടാമുല്ല കുറച്ച് കിട്ടിയിട്ടുണ്ട്. ആൻഡ് വിനോപ്പൻ വളർത്തിയ അല്ലിത്താമര കുറേ ഉണ്ടായിരുന്നു. ഈ 2 കൊട്ട നിറച്ച് അല്ലിത്താമരയുണ്ട്. വീട്ടിലെ പൂ തന്നെ മതി ശരിക്കും ഇടാം, പക്ഷെ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. റോസാപ്പൂ റെഡ് കളറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ പൂവുണ്ടോ. പിന്നെ കുറച്ച് ശതാവേരിയും കിട്ടി. കുറച്ച് വീട്ടിൽ കണ്ണം പറിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ചീര കിട്ടി. ഗ്രാൻഡ് അത്തപ്പൂക്കൾ, തുമ്പപ്പൂ എല്ലാം ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. പറമ്പിൽ കൂടെ നോടിയിടുന്ന മതി. നമുക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ വേറൊരു ചെറിയൊരു പൂക്കൾ ഉണ്ടാക്കി വേസ്റ്റ് പൂക്കളെല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഓണാശംസയൊക്കെ എഴുതാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഡിസൈൻ ഇല്ലെങ്കിൽ വട്ടം വരച്ചാൽ നല്ല ഭംഗിയാണ്. ഡിസൈൻ ഇടാതെ രംഗോലി പോലെ ഞങ്ങളുടെ വീട്ടിലാണ് ആക്ച്വലി ഇങ്ങനെ ഡിസൈൻ അല്ല ഓണത്തിന് പൂക്കളിടുന്നത്. ഇങ്ങനെ പല കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ വട്ടം അങ്ങനെ വട്ടം പല അത് നല്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഡിസൈൻ ഇടാറില്ല. പണ്ട് മുത്തശ്ശി ഉണ്ടായിരുന്നപ്പം മുത്തശ്ശി സമ്മതിക്കത്തില്ല. ഞാനിങ്ങനെ പൂവെല്ലയൊക്കെ ഡിസൈൻ വരയ്ക്കുമ്പം ഈശ്വര ഇങ്ങനെയല്ല, നമ്മൾ പൂജ കഴിക്കുന്ന പൂക്കളത്തിന് ഇങ്ങനെ വട്ടാണ് ഡിസൈനൊക്കെ ഇടുന്നത്, അങ്ങനെ ഇടാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പം ഡിസൈനൊക്കെ ഇടും. അങ്ങനെ അതായിരുന്നു നമ്മുടെ ഒരു വട്ടമാണ് നമ്മുടെ മെയിൻ. ചിലതൊക്കെ നല്ല ഭംഗിയാട്ടോ. മാനത്തെ മണിത്തുമ്പോട്ട് നമുക്ക് നാളെ എടുക്കാം. അങ്ങനെയല്ലേ, അതെന്തുവാ വരി? എനിക്കറിഞ്ഞൂടാ. അങ്ങനെന്തോ ഒരു സാധനം ഇല്ലേ, എന്തോ ഉണ്ട്. ഇവിടെ ഉത്രാട വിളക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പൂ പറിക്കാൻ പോരുമോ പോരുമോ? അല്ല പക്ഷികളെ കണ്ടല്ലേ? പക്ഷി അല്ലല്ല, പൂ പറിക്കുന്ന കാക്കാത്തികൾ. ഇത് നിറച്ച് പോവാ പറമ്പിന്ന് നിറച്ച്. ഷിച്ചാന്റെ സ്റ്റീൽ ബോഡി കാണിക്കാൻ താല്പര്യമില്ലാത്തതിന് ഇവിടെ വെച്ച് കട്ട് ചെയ്തു. ഇതിവിടെ ഇരിക്കട്ടെ. രാത്രി മൊത്തം വെക്കാനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് കത്തിച്ചു വയ്ക്കൂ. ഇനി നമുക്ക് ചട്ടിക്കകത്ത് ഇത്രയും ചട്ടി ഇവിടെ ഇരിപ്പുള്ളൂ. ഇത്രേ ഉള്ളൂ, മേളിൽ നിന്ന് എടുത്തില്ലേ? ബാക്കി തപ്പാനായിട്ട് വിഷ്ണുചേട്ടനും ഊർജിതമായ ശ്രമം നടത്തുകയാണ്. ദേവപ്രിയുടെ മോഹൻ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ചട്ടി ഇപ്പം തൽക്കാലം കത്തിച്ച് ആ പിണ്ടിയിലും 2-3 മതിലേലും വെക്കാം. വലിയ തിരിയായോണ്ട് അഞ്ജുശ്രീ മുറിച്ചിടുക. പിണ്ടികളൊക്കെ കത്തിയാം. കൈ കൊള്ളാതെ വെയിറ്റ് ഒത്തിരി താങ്ങത്തില്ല. നമ്മൾ സൂക്ഷിച്ച് വെക്കണം എന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഉത്രാട വിളക്ക് ചടങ്ങിനായിട്ട് ഇങ്ങനെ വെച്ച് കത്തിച്ചു. ബാക്കി ഇനി നമുക്ക് ഇവിടെ അവിടെ ആയിട്ട് വയ്ക്കാം. ദിസ് ഈസ് തെരളി. തെരളി നമ്മൾ നേദ്യത്തിന് വേണ്ടിയിട്ട് അച്ഛൻ നമ്മുടെ തെക്കേപ്പരയിലോട്ട് കൊണ്ടുപോവാണ്. നമ്മുടെ ഇവിടെ വീടിൻ്റെ പണി ആയതുകൊണ്ട് ഇത്തവണ പൂക്കളം ഇട്ടത് വേണോപ്പൻ്റെ അവിടെയാണ്. സാധാരണ നമ്മൾ ഒരുമിച്ചാണ് പൂക്കളം ഇടുന്നത്. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഫ്രണ്ടിലും കൂടെ വിളക്ക് കത്തിച്ച് വെച്ചത്. ഇവരിവിടെ ഇരുന്ന് വർത്താനം പറയുന്ന കണ്ടോ? ഈ സൈഡിലുള്ള ചെമ്പകം കഴിഞ്ഞ ഒരു കാറ്റിൽ ഒടിഞ്ഞു വീണതായിരുന്നു. പക്ഷേ ഇപ്പം പിന്നെ അത് കിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയി അവിടെ കൽവിളക്കും ഇവിടെ ഇപ്പുറത്തുള്ള വിളക്കൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭദ്രപ്രിയ, എത്ര നാളായി? കുറേ നാളായി. ഓണമൊക്കെ എന്തായി? അവധിയാണ് ഇപ്പം. ഇന്ന് പൂട്ടോ? രാത്രി പൂടണ്ടേ? ഓണക്കോടി വാങ്ങിക്കാം മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന്. ബായ്. മക്കളങ്ങ് പോവോ? നേദ്യം കഴിഞ്ഞ് തെരളി കിട്ടി. ഇനി അത് കഴിക്കാം നമുക്ക്. ഇനി നമ്മൾ പൂക്കളം ഇടാനായിട്ട് പോവാണ്. ഇന്നത്തെ മെയിൻ ഡിസൈനേഴ്സ് കണ്ണനും അഞ്ജു ചേച്ചിയാണ്. രണ്ടുപേരും എന്താ ഇന്ന് നേദിച്ച് കിട്ടിയ കരിക്കാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പിൽ കാണുന്നത് നമ്മൾ ഇന്ന് രാവിലെ ഇട്ട പൂക്കളാട്ടോ. ഇനി നമുക്ക് പൂവൊക്കെ ഒരുക്കി ബാക്കിയുള്ളതും കൂടെ കൊടുക്കണം. വിഷ്ണുചേട്ടനും അഞ്ജു ചേച്ചിയും വന്നപ്പോഴും പിന്നെ ശ്രീതുച്ചേട്ടനും കുറേ പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇടാനായിട്ട്. പിന്നെ ഞങ്ങൾ പറിച്ച പൂക്കളും കണ്ണം പറിച്ച പൂക്കളും താമരയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം ഡിസൈൻ അനുസരിച്ച് ഇടാനുള്ള രീതിയിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പേരമ്മ നാളത്തേക്ക് മാല കെട്ടുന്നു. താമരപ്പൂ വെച്ചിട്ട് അപ്പൊ എനിക്കോ? ഓക്കെ, ബായ്. നമുക്കുള്ള പൂക്കളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 2 കളറ് ജമന്തി ഉണ്ട്, പിന്നെ ശതാവരി, അരളി, ചുവല റോസാപ്പൂ ഉണ്ട്, താമരപ്പൂവും ഉണ്ട്. താമരപ്പൂ മാല കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ചടങ്ങിനായിട്ട് തുമ്പക്കുടത്തിൽ നിന്ന് പറിച്ച തുമ്പപ്പൂവ് നടുക്ക് വെച്ചു. അതിന് ചുറ്റുമായിട്ട് റോസാപ്പൂ ഇട്ട് കൊടുത്തു. താമരയ്ക്കുള്ള പൊസിഷൻ ഇട്ട പോലെ വെച്ചു. മാഞ്ഞു പോവാതെ ഇടുക. അതങ്ങനെ വട്ടത്തിലിടാനാണോ? നമ്മുടെ മാല വാങ്ങിച്ചല്ലേ, ഞങ്ങൾ വിളിച്ചാന്ന് വേണ്ടെന്ന് പറയാം. ഞങ്ങൾ കെട്ടോ ഇവിടെ.
സാരമില്ല, ഇരിക്കട്ടെ. ദേവിക്ക് വേണമെന്നായിരിക്കും. വിഷ്ണു ചേട്ടാ സുന്ദരനായി ഷേവ് ചെയ്തു. ഇതെന്താ വിഷ്ണു ചേട്ടാ കൊണ്ടുവന്നേ? അല്ലല്ല, വെള്ളമാല. കമ്പിത്തിരി ആൻഡ് സം അതർ ക്രാക്കേഴ്സ്. കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ റെസ്റ്റ് എടുക്കാനായിട്ട് അവിടെ ഇരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി അത്തപ്പൂ ഇടാനായിട്ട് പോയത്. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ മാറി മാറി വീഡിയോ എടുത്ത് അത്തപ്പൂ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അനീഷേട്ടൻ ഇവിടെ എന്തായെന്ന് നോക്കാനായിട്ട് വന്നത്. അങ്ങനെ ക്യാമറ ഞാൻ അനീഷേട്ടൻ്റെ കയ്യിലോട്ട് കൈമാറി. ഇതാണ് നമ്മുടെ ഏകദേശം ഒരു ഡിസൈൻ. ഇനി കുറച്ച് ഫിനിഷിങ് വർക്ക് കൂടെ ചെയ്യാനുണ്ട്. കിട്ടുന്നുണ്ടോ? ഫോട്ടോ കിട്ടുന്നുണ്ടോ? അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് 2 പൂക്കളെ ഇട്ട് കേട്ടോ. ആദ്യം നമ്മുടെ ഒറിജിനൽ ഡിസൈനും പിന്നെ ബാക്കി വന്ന പൂക്കൾ വെച്ച് ഒരു കുഞ്ഞു പൂക്കളം അതിന് മുന്നിലായിട്ട് ഇട്ടു. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇരുന്ന സമയത്താണ് നമ്മുടെ കോൺട്രാക്ടർ വിനീത് ചേട്ടനും കാർത്തിക ഡോക്ടറും കൂടി വന്നത്. അവർ പൂവൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവരോട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, പായസമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് അവരും ഇറങ്ങുകയാണ്. അങ്ങനെ ഈ വർഷത്തെ ഉത്രാട ദിന വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.